സൗദിയിൽ പുതിയതായി കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ഓരോ സ്ത്രീകളും. എന്നാൽ സൗദിയിൽ നിന്നും മുങ്ങിയ 18-കാരി റഹ മുഹമ്മദ് അൽ ഖുനൂന്റെ ആഘോഷം ഒരു പടി മുന്നെയാണ്. ഇസ്ലാം മത വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചതോടെ സ്വന്തം വീട്ടുകാർ തന്നെ വധിക്കുമെന്ന് ഭയന്ന് കാനഡയിലേക്ക് പോയ റഹ ഇന്ന് -9 ഡിഗ്രി താപനിലയിലുള്ള കാനഡയിൽ ജീവിതം ആസ്വദിക്കുകയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കിരീടാവകാശിയായതോടെയാണ് സൗദിയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങിയത്. പുതിയതായി ലഭിച്ച വിശാലമായ ലോകത്തേക്ക് ചിറകു വിരിച്ച് പറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ. 18-കാരിയായ റഹ മുഹമ്മദ് അൽ ഖുനൂൻ സൗദിയിൽ നിന്ന് മുങ്ങിയതും ഇതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെയാണ്. ഇസ്ലാം മത വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചതോടെ സ്വന്തം വീട്ടുകാർ തന്നെ വധിക്കുമെന്ന് ഭയന്നാണ് റഹ കാനഡയിലേക്ക് കടന്നത്. ഐക്യരാഷ്ട്രസഭ റെഫ്യൂജി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം റഹയ്ക്ക് കാനഡ അഭയം നൽകുകയും ചെയ്തു. ശനിയാഴ്ചയാണ് റഹ ടൊറന്റോയിലെത്തിയത്. -9 ഡിഗ്രി താപനിലയുള്ള കാനഡയിലേക്ക് എത്തിയ റഹ പുതുജീവിതത്തിന്റെ കുളിര് ആസ്വദിക്കുകയാണിപ്പോൾ. തന്റെ പുതിയ ജീവിതത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാനും അവർ തയ്യാറായി. സൗദിയിലെ കൊടും ചൂടിൽ നിന്ന് കാനഡയിലെത്തിയപ്പോൾ റഹയെ അലോസരപ്പെടുത്തിയത് കാലാവസ്ഥ മാത്രമാണ്. സങ്കടം കുറിക്കുന്ന ഇമോജി സഹിതമാണ് തന്റെ സെൽഫി അവർ പങ്കുവച്ചത്. വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ് സീറ്റിൽ കാലുയർത്തി വെച്ചിരുന്ന് വൈൻ കുടിക്കുന്ന ചിത്രവും റഹ പങ്കുവച്ചിട്ടുണ്ട്. 1 മാസം മുൻപ് ബാങ്കോക്ക് വിമാനത്താവളത്തിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാതെ പ്രതിഷേധിച്ചപ്പോഴാണ് റഹ വാർത്തകളിൽ ഇടം നേടിയത്. മതനിന്ദ ആരോപിച്ച് കുടുംബം തന്നെ വധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുകയാണെന്നും അവർ പരാതിപ്പെട്ടിരുന്നു. കാനഡ അഭയം നൽകാൻ സമ്മതിച്ചതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായ റഹയുടെ കഥ ശുഭപര്യവസാനമായത്. എന്നാൽ വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്ക് അഭയം നൽകുന്ന വിദേശ രാജ്യങ്ങളുടെ നടപടിക്കെതിരെ സൗദി രംഗത്തെത്തി. സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നാഷണൽ സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയാണ് റഹയുടെ പേര് പരാമർശിക്കാതെ വിമർശനം നടത്തിയത്. യുവതികളെ ഇത്തരത്തിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് ചില രാജ്യങ്ങളും സംഘടനകളുമെന്ന് NSHR തലവൻ മുഫ്ലെ അൽ ഖ്വാത്തമി പറഞ്ഞു. ടൊറന്റോയിലെത്തിയ റഹയെ കാനഡ വിദേശകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലൻഡെയാണ് സ്വീകരിച്ചത്. ധീരയായ പുതിയ കനേഡിയൻ എന്നാണ് റഹയെ മന്ത്രി വിശേഷിപ്പിച്ചത്. റഹയെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പ്രസ്താവന നടത്തിയിരുന്നു. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കാനഡ മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ബന്ധുക്കളെ ഭയന്ന് നാടുവിട്ട സൗദി പെൺകുട്ടിക്ക് കാനഡ അഭയം നൽകുമെന്ന് തായ്ലൻഡ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ തായ്ലൻഡ് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു. പക്ഷേ ജീവിക്കുന്നതിൽ നിന്ന് തന്നെ കുടുംബം തടയുന്നു എന്നും അവർ പറഞ്ഞിരുന്നു. തിരികെ കുവൈറ്റിലേക്ക് തന്നെ നാടുകടത്താനുള്ള തായ് അധികൃതരുടെ ശ്രമം പെൺകുട്ടി ബാരിക്കേഡുകൾ തീർത്ത് ചെറുത്തിരുന്നു. സൗദി സർക്കാരിന് വേണ്ടിയാണ് തന്നെ തായ് അധികൃതർ തടഞ്ഞതെന്നാണ് റഹയുടെ വാദം. ഇത് സൗദി വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട്. തായ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് റഹയെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് സൗദിയുടെ വാദം. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.